ഹായ് ഗായ്സ്, അഖിൽപ്രോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വാശേറിയ വോട്ടിംഗ് പോരാട്ടമാണ് ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് വ്യാഴാഴ്ച രാത്രി 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 8 പേരാണ് നോമിനേഷൻ ലിസ്റ്റിലുള്ളത്. അതായത് കഴിഞ്ഞ ആഴ്ചത്തെ അതേ നോമിനേഷൻ തന്നെയാണ്. അതിൽ നിന്ന് റസ്മിൻ പുറത്തുപോയി അതിനുശേഷമുള്ള 8 പേരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ നിങ്ങൾ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇനി നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും ആര് പുറത്തു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നതും കൂടെ ഈ വീഡിയോയുടെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. മണിക്കൂറിലെ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസ് അറിയാം. നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇന്ന് രാത്രി 7 മണി വരെ വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ അത് ജിൻഡോ തന്നെയാണ്. തുടർന്ന് ജിൻഡോയ്ക്ക് കഴിഞ്ഞ ആഴ്ച കണ്ട ഒരു മുൻതൂക്കം ഇത്തവണ ഇല്ല. വോട്ടിംഗിൽ നല്ല രീതിയിലുള്ള ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടെ ഇപ്പോഴും 1-ാം പൊസിഷനിൽ തന്നെയാണ്. 5,23,100 വോട്ട് നേടിയാണ് കഴിഞ്ഞ ആഴ്ചത്തെ വോട്ടിംഗ് തുടർച്ചയിൽ 1-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ് ജിൻഡോ. 2-ാം പൊസിഷനിൽ ജാസ്മിൻ തന്നെയാണ്. തുടർന്ന് ജാസ്മിന് നല്ലൊരു മുന്നേറ്റമുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ കണ്ടതിനെക്കാട്ടിൽ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ഈ ആഴ്ചയിൽ കണ്ടുവരുന്നത്. 4,350,000 എന്ന കൂറ്റൻ വോട്ട് നേടിയാണ് തന്റെ 2-ാം പൊസിഷൻ പിടിച്ചടക്കി ജിൻഡോയുടെ തൊട്ടു പിന്നിലായിട്ട് നിലനിൽക്കുന്നത്. 3-ാം പൊസിഷനിൽ അഭിഷേകാണ്. തുടർന്ന് അഭിഷേകിന് നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് കണ്ടുവരുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ അപേക്ഷിച്ച് ഇത്തവണ വോട്ടിങ്ങിൽ നല്ലൊരു മുൻതൂക്കം നേടാൻ അഭിഷേകിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 3,88,211 വോട്ട് നേടി 3-ാം പൊസിഷനിൽ തന്നെ ശക്തമായി തുടരുകയാണ്. 4-ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റമായ അർജുൻ കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ വളരെയധികം വോട്ടിംഗ് കുറവുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ഈ ആഴ്ച വോട്ടിംഗ് തുടർന്നപ്പോൾ തന്നെ നല്ലൊരു മുന്നേറ്റം നേടിയ ഒരു മത്സരാർത്ഥിയാണ്. അൻസിബയെ അട്ടിമറിച്ചുകൊണ്ടാണ് 4-ാം പൊസിഷനിൽ കയറി വന്നിരിക്കുക. ഇപ്പോൾ 3,68,700 വോട്ട് നേടി 4-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 5-ാം പൊസിഷനിലേക്ക് അൻസിബ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയൊരു വോട്ടിന്റെ വ്യത്യാസത്തിലാണ് തള്ളപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ എന്തും സംഭവിക്കാം. ഇപ്പോൾ 3,68,225 വോട്ട് നേടി 5-ാം പൊസിഷനിൽ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നിരിക്കുകയാണ് അൻസിബയ്ക്ക്. 6-ാം പൊസിഷനിൽ ഇപ്പോൾ അട്ടിമറി മുന്നേറ്റവുമായിട്ട് നമ്മുടെ ശ്രീതു കയറി വന്നു. ഋഷിയെ അട്ടിമറിച്ചുകൊണ്ടാണ് 6-ാം പൊസിഷനിലേക്ക് ശ്രീതു കയറി വന്നത്. വരും മണിക്കൂറുകൾ വളരെ നിർണായകമാണ് ശ്രീധുവിന്. ഇപ്പോൾ 2,76,203 വോട്ട് നേടി 6-ാം പൊസിഷനാണ് നിലകൊള്ളുന്നത്. 7-ാം പൊസിഷനിൽ ഋഷിയാണ് തള്ളപ്പെട്ടിരിക്കുന്നത്. ഋഷി വളരെ ചെറിയൊരു വോട്ടിന്റെ വ്യത്യാസത്തിലാണ് തള്ളപ്പെട്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളുടെ വോട്ടിംഗ് വളരെ നിർണായകമാണ് ഋഷിക്ക്. കാരണം ഋഷി ഇപ്പോൾ ഡേഞ്ചറസ് പൊസിഷനാണുള്ളത്. വരും മണിക്കൂറിലെ വോട്ടിംഗ് ആശ്രയിച്ചിരിക്കും ഋഷി പുറത്താകുമോ ഇല്ലയോ എന്ന്. ഇപ്പോൾ 2,75,607 വോട്ട് നേടി 7-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 8-ാം പൊസിഷനിൽ അപ്സരയാണ് തുടരുന്നത്. കഴിഞ്ഞ ആഴ്ച ഡബിൾ എവിക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ പുറത്തു പോകേണ്ട ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ഇത്തവണയും യാതൊരു മുന്നേറ്റവും നേടാണ്ട് 8-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 2,73,545 വോട്ട് നേടി 8-ാം പൊസിഷനിലുണ്ട്. വരും മണിക്കൂറുകളിലെ വോട്ടിംഗ് വളരെ നിർണയമാണ്. കാരണം ലാസ്റ്റ് നിൽക്കുന്ന 3 പൊസിഷനും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്